നമ്മുടെ കേരള PSC നടത്തുന്ന ഫയർഫോഴ്സിലേക്കുള്ളതും അതുപോലെ തന്നെ LGSൻ്റെയൊക്കെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടാകും. സോ ഇതിൽ പറയുന്നത് നമ്മൾ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യണമെന്നും അതുപോലെ തന്നെ നമ്മുടെ കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള കാര്യമാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. ഇത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇപ്പോൾ കേരള പോലീസിൻ്റെയൊക്കെ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. കേരള പോലീസിൻ്റെയൊക്കെ ഒരുപാട് പേര് 50,000+ ആൾക്കാരറ്റം അത് ചെയ്യാതിരുന്നിട്ട് അവർക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ PSCൻ്റെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റഗറി നമ്പർ 423/2025 അതിൻ്റെ കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കാം. ഈ മെസ്സേജ് കാണിക്കാതെ നമുക്കിതെങ്ങനെ സൈറ്റിൽ കയറി ചെയ്യാൻ നോക്കാം. സോ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള സൈറ്റാണ് കേട്ടോ. അതായത് ഈ സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ളത്. ആ സൈറ്റിൽ തന്നെയാണ് കയറേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് കൺഫർമേഷൻ ഓപ്ഷനിൽ 2 അപ്ഡേറ്റ് ഒന്ന് കിടക്കുന്ന കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറും അതുപോലെ തന്നെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റ്. മിനിമം 7ാം ക്ലാസ്സൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 11/5/2026 അപ്പോൾ ഇതിന് രണ്ടിനും പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ തീർച്ചയായിട്ടും തയ്യാറാക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സും ആയിട്ട് ഒരു വാട്സപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ നമ്മുടെ മെറ്റീരിയലൊക്കെ ലഭിക്കുന്ന സ്റ്റോറിലേക്കുള്ള ആക്സസ് ലഭിക്കും. സോ അവിടെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അംഗമായി നിൽക്കാവുന്നതാണ്. എന്തായാലും എങ്ങനെയാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ള കാര്യം നോക്കാം. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം നിങ്ങൾ ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യാൻ എളുപ്പമാണ്. നമ്മുടെ രജിസ്ട്രേഷൻ ID, യൂസർ ID അതും അതുപോലെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ OTP വരും. OTP എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് കയറുന്നതെന്ന് മനസ്സിലാക്കി നമുക്ക് പിന്നെ അത് ചെയ്യാനും പറ്റും. അപ്പോൾ ഇവിടെ കൺഫേം നൗ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. സോ ഇവിടെ എക്സാമിനേഷൻ ഡേറ്റ് കണ്ടോ, 4/7/2026 സാറ്റർഡേ ശനിയാഴ്ചയാണ് പരീക്ഷ നടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 551/2025 നമ്മുടെ ഫയർഫോഴ്സിലേക്കുള്ളതാണ് കേട്ടോ. അപ്പം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക, താലൂക്ക് സെലക്ട് ചെയ്യുക, മീഡിയം ഓഫ് എക്സാം സെലക്ട് ചെയ്യുക, എന്നിട്ട് കൊടുക്കുക. ഞാൻ എന്തായാലും തൽക്കാലം ചെയ്യുകയാണ്. നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ അനുയോജ്യമായിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യാം. അത് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു OK ബട്ടൺ വരും. സോ അത് നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ നോർമൽ ഫോണിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ അത് OK കൊടുക്കുന്നു. അതിനുശേഷം മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷോ മലയാളം, ഇവിടെ ഇതാണ് വരുന്നത്, തമിഴ്, കന്നഡ, മലയാളം. അപ്പോൾ അതേതാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഒരു ടിക്ക് ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്ത് കൺഫേം നൗ, അതായത് സബ്മിറ്റ് കൺഫർമേഷൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കൺഫർമേഷൻ റിസീവ് ആവുന്നതായിരിക്കും. ഇവിടെ കൊടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ വരും. അപ്പോൾ ഇത് OK കൊടുത്താൽ മതി. സോ ഇവിടെ കണ്ടോ കൺഫർമേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ OK കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെയും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം ചെയ്താൽ മതിയാവുന്നതാണ്. സോ ഇതും കൂടി അങ്ങനെ ചെയ്യാവുന്നതാണ്. സെയിം പ്രൊസീജിയർ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ PSCൻ്റെ ലിങ്ക് PSCൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. PSCൻ്റെ ഈ ഒഫീഷ്യൽ സൈറ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറിയിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്ത് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ കൺഫർമേഷൻ റിസീവ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങൾ പരീക്ഷ എഴുതേണ്ട കൺഫേം ചെയ്യാനായിട്ടും മറക്കണ്ട.